ശബരിമല സ്വർണ്ണ കവർച്ചാ വിവാദത്തിൽ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ അകപ്പെട്ടിരിക്കുന്ന കുരുക്ക് അക്ഷരാർത്ഥത്തിൽ ഊരാക്കുടുക്ക് എന്നതിനപ്പുറം പത്മവ്യൂഹം എന്ന് പറയേണ്ടി വരും. ഓരോരോ വിവാദങ്ങളായി ന്യായീകരിച്ചു വരുമ്പോൾ അടുത്തത് പൊങ്ങി വരികയാണ്. അതുകൊണ്ടാണ് കടകംപള്ളി പത്മവ്യൂഹത്തിൽ അകപ്പെട്ടു എന്ന് പറയാൻ കാരണം. പോറ്റിയുമായുള്ള ബന്ധമാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നത്. പോറ്റിയെ അറിയുമോ എന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറിയ കടകംപള്ളിക്ക് പക്ഷേ ചിത്രങ്ങൾ പുറത്തായപ്പോൾ പിടിച്ചു നിൽക്കാനായിരുന്നില്ല. വെറും പരിചയം ആത്മബന്ധമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 24 മണിക്കൂറിനിടെ പറഞ്ഞതെല്ലാം കടകംപള്ളിക്ക് തിരുത്തി പറയേണ്ടി വന്നത് അദ്ദേഹം അകപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഒളിഞ്ഞും തെളിഞ്ഞും താനും പോറ്റിയുമായുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നുണ്ട് മുൻ മന്ത്രി. പോറ്റിയെ പോറ്റിയത് ആരപ്പ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് കടകംപള്ളിയാണേ അയ്യപ്പ എന്ന് മാറ്റിപ്പാടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തനിക്ക് സ്വയം പ്രതിരോധം തീർക്കുന്നതിനാണ് സോണിയാഗാന്ധി പോറ്റിയെ കണ്ടതിനെ പോലും പാർട്ടി നിലപാടിന് വിരുദ്ധമായി കടകംപള്ളി സുരേന്ദ്രന് ന്യായീകരിക്കേണ്ടി വരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്ന തട്ടിപ്പുകളും കവർച്ചയുമെല്ലാം നടന്നത്. അന്നൊക്കെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്ന തരത്തിലുള്ള ലീഡുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായി വാർത്തയുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അതൊന്നും സമ്മതിച്ചു തരാൻ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായില്ല. പോറ്റിയെ അറിയുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചുവെങ്കിലും അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ കടകംപള്ളിക്ക് പക്ഷേ പിന്നീട് വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് വിശദീകരണം നൽകേണ്ട അവസ്ഥയിലേക്കെത്തി. ബുധനാഴ്ച പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടിയും വന്നു. പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു തവണ പോയിട്ടുണ്ട് എന്നും പോറ്റി വിളിച്ച് നിർബന്ധിച്ചത് പ്രകാരം അവിടെ ഏതോ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട പിറന്നാൾ ആഘോഷത്തിനോ മറ്റോ പോയിട്ടുണ്ട് എന്നാണ് ബുധനാഴ്ച കടകംപള്ളി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. പോലീസ് എസ്കോർട്ടിലാണ് പോയത് എന്നും പോയ വർഷമോ തീയതിയോ ഓർമ്മയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളിയും ഇപ്പോഴത്തെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ മുൻ റാന്നി MLA കൂടിയായ രാജു എബ്രഹാമും സന്ദർശിച്ചതിന്റെ ചിത്രം പുറത്തു വന്നത്. ഇതോടെ ഇതിനെക്കുറിച്ചായി ന്യായീകരണം. ആദ്യം കുട്ടിയുടെ ചടങ്ങിന് പോയി എന്ന് പറഞ്ഞ മുൻ മന്ത്രി പിറ്റേ ദിവസം തന്നെ അത് പോറ്റിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട ചടങ്ങിനാണ് എന്ന് തിരുത്തി. മന്ത്രി എന്ന നിലയിൽ ഒരു തവണ, അതും ഗൺമാന്മാർക്കൊപ്പം പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നും കൂടുതൽ തവണ പോയിട്ടുണ്ട് എങ്കിൽ പറയാൻ എന്തിനും മടിക്കണം എന്നുമാണ് കടകംപള്ളി ഇന്നലെ വിശദീകരിച്ചത്. ഉപഹാരം സമ്മാനിച്ചത് താൻ കൊണ്ടുപോയതല്ല എന്നും അവിടെ വാങ്ങിവെച്ചിരുന്നത് എടുത്തു കൊടുത്തതാകാനേ വഴിയുള്ളൂ എന്നുമാണ് ന്യായീകരണം. ചടങ്ങിനെക്കുറിച്ച് വ്യക്തമായ ഓർമ്മയില്ല എന്നും കടകംപള്ളി വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ റാന്നി MLA രാജു എബ്രഹാമും തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. ഇക്കാര്യം രാജു എബ്രഹാമും അംഗീകരിച്ചു. പക്ഷേ പോയത് എന്നാണെന്നോ എന്തിനാണോ എന്ന് അദ്ദേഹത്തിനും ഓർമ്മയില്ല. ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ മുഖം ഓർമ്മയുണ്ട് എന്നും സന്നിധാനത്ത് നടന്ന കൂടിക്കാഴ്ചയാണ് എന്നാണ് ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് എന്നും കുടുംബാംഗങ്ങൾ കൂടി ചിത്രത്തിലുണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നുമാണ് രാജു എബ്രഹാമിന്റെ വിശദീകരണം. ആരാണ് ക്ഷണിച്ചത് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതായി പോലും ഓർക്കുന്നില്ല എന്നും ന്യായീകരണത്തിന്റെയൊക്കെ മാരക വേർഷനാണ്. മുൻപൊരിക്കൽ പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. ഈ വിവരം പുറത്തായ സമയത്തും പോറ്റിയെ കണ്ടതായോ വീട്ടിൽ പോയതായോ ഉള്ള വിശദാംശങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പോറ്റിയുമായി കടകംപള്ളി അടക്കമുള്ളവർ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന മറ്റൊരു ചിത്രം RSP നേതാവ് ഷിബു ബേബി ജോൺ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയത്. ആദ്യം ഇതും കടകംപള്ളി നിരാകരിച്ചു. ഒന്നും പറയാനില്ല എന്നായിരുന്നു ബുധനാഴ്ച കടകംപള്ളിയുടെ പ്രതികരണം. പക്ഷേ ചിത്രം വിവാദമായതോടെ ബംഗളൂരുവിൽ മലയാളി സമാജത്തിന്റെ പരിപാടിക്കെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ തന്നെ സ്വീകരിക്കാൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ വന്നപ്പോൾ എടുത്ത ചിത്രമാണ് അതെന്ന് ഇന്നലെ കടകംപള്ളി വിശദീകരിച്ചു. പോറ്റിയെക്കുറിച്ച് നല്ലവനായ അയ്യപ്പ ഭക്തനാണ് എന്നായിരുന്നു കരുതിയത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്നത്തെ പോറ്റിയല്ലല്ലോ അന്നത്തെ പോറ്റി എന്നായിരുന്നു ന്യായീകരണം. വ്യാഴാഴ്ച അത് നല്ലവനായ അയ്യപ്പ ഭക്തനായി കരുതി എന്നായി. ആ അർത്ഥത്തിൽ തന്നെയാകും
കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും പോറ്റിയെ കണ്ടത് എന്ന ന്യായീകരണത്തിന്റെ മറ്റൊരു വേർഷൻ കൂടി ഇന്നലെ കടകംപള്ളി അവതരിപ്പിച്ചത്. അതായത് പിടിച്ചു നിൽക്കാനുള്ള 19ാമത്തെ അടവ്. സോണിയാഗാന്ധിയും പോറ്റിയുമായുള്ള കൂടിക്കാഴ്ചയെ CPM നഖശിഖാന്തം വിമർശിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ സോണിയാഗാന്ധിയെ ന്യായീകരിക്കുന്നത്. സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയെ CPM രാഷ്ട്രീയ പ്രതിരോധ ആയുധമാക്കുമ്പോഴാണ് അതിന് വിപരീതമായ നിലപാട് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി കടകംപള്ളി ഉയർത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘവും കടകംപള്ളി പോറ്റി ബന്ധം അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായോ എന്നാണ് ED പരിശോധിക്കുന്നത്. പോറ്റിയെ ED ചോദ്യം ചെയ്തതിനു ശേഷം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും കടകംപള്ളിയിലേക്കടക്കം അന്വേഷണം നീളുക എന്നാണ് അറിയുന്നത്. ഇതുകൂടിയാകുന്നതോടെ പിടിച്ചു നിൽക്കാനാകാത്ത പ്രതിരോധത്തിലേക്ക് കടകംപള്ളി സുരേന്ദ്രനും CPM വീഴും. അതേസമയം കഴിഞ്ഞ വർഷം ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക പാളികൾ ഇളക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയത് ദേവസ്വത്തിലെ മരാമത്ത് വിഭാഗത്തെയും അറിയിച്ചിരുന്നില്ല എന്ന വിവരവും കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ശ്രീകോവിലിന് മുന്നിലെ പ്രധാനപ്പെട്ട ഒരു വസ്തു ഇളക്കുമ്പോൾ മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതിരുന്നത് എന്തിനാണ് എന്നതിന് അന്നത്തെ ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടി വരും. 1998 മുതൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തികളിൽ മരാമത്ത് വിഭാഗത്തിന്റെ പങ്കാളിത്തം കൂടിയുണ്ടായിരുന്നു. 1998 UB ഗ്രൂപ്പ് ശ്രീകോവിലിന്റെ സ്വർണം പൊതിയിൽ പൂർത്തിയാക്കിയ ശേഷം ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ളവ തിരികെ പിടിക്കാൻ മരാമത്ത് വിഭാഗത്തിലെ ഒരു എഞ്ചിനീയറെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. 2019 സ്വർണ്ണക്കൊള്ള പുറത്തായപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രേഖകൾ പിടിച്ചെടുത്തതിൽ 1998 എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതിന്റെ സർക്കുലറും ഉണ്ടായിരുന്നു. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകൾ ഇളക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ പ്രതിസ്ഥാനത്ത് മരാമത്ത് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുമുണ്ട്. അതിനർത്ഥം അന്നും ഈ പ്രവൃത്തി മരാമത്തിനെ അറിയിച്ചിരുന്നുവെന്നാണ്. അന്ന് നടന്ന പ്രവൃത്തികളിൽ എഞ്ചിനീയറെ കൊണ്ട് ഒപ്പിടിക്കുക മാത്രമാണ് ഉണ്ടായത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7 രാത്രി ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകൾ സ്വർണം പൂശാൻ ഇളക്കിയിരുന്നു. തന്നെയോ ഹൈക്കോടതിയെയോ അറിയിക്കാതെയാണ് പാളുകൾ ഇളക്കി കൊണ്ടുപോയത് എന്ന് സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന്റെ വിവരം സെപ്റ്റംബർ 9 പുറത്തു വരുമ്പോഴാണ് ഇതേക്കുറിച്ച് പുറം ലോകമറിഞ്ഞത്. സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുന്നത്.